നെറ്റ്ഫ്ലിക്സിൽ എന്താണ് കാണാനുള്ളതെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണോ? സബ്സ്ക്രിപ്ഷൻ മുതലാക്കാൻ വേണ്ടി 7 ഇംഗ്ലീഷ് ത്രില്ലർ പടങ്ങൾ പറഞ്ഞാലോ? അതിനുമുമ്പ് ഈ പഴയ മിക്ക പടങ്ങളും കുറച്ച് നാൾ കഴിയുമ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ലീവ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലായിരിക്കും അത് സ്ട്രീം ചെയ്യുക. സോ ഈ ലിസ്റ്റിലെ സിനിമകളൊക്കെ നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള പടങ്ങളാണ്. ഇത് സ്റ്റേ ചെയ്യാം, ചിലപ്പോൾ ലീവ് ചെയ്യാം, ഒന്നും പറയാൻ പറ്റില്ല. സോ ദാ പിടിച്ചോ 7 കിടിലൻ ഹോളിവുഡ് ത്രില്ലർ മൂവീസ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ഒരു ചെറിയ പയ്യൻ, അവന്റെ പിന്നാലെ കുറച്ച് കൊലയാളികൾ, ഒരു കാട്ടുതീ, അവനെ രക്ഷിക്കാനായിട്ട് എത്തുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ, ഇവരുടെ കഥ പറയുന്ന ഒരു സിനിമ. ചിത്രം 2021 ഇറങ്ങിയ ദോസ് ഹു വിഷ് മീ ഡെഡ്. ആഞ്ചലീന ജോളിയാണ് ഇതിൽ പ്രധാന വേഷത്തിൽ വന്നിരിക്കുന്നത്. ആ പയ്യനും ആഞ്ചലീനയും തമ്മിലുണ്ടായി വരുന്ന ബോണ്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ഒബ്വിയസ് ആയിട്ടല്ല, ചില ചെറിയ നോട്ടങ്ങളിലൂടെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ വലിയ സംഭവം പടമൊന്നും അല്ല കേട്ടോ. ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കാണുകയാണെങ്കിൽ ഒരു ഡീസന്റ് വാച്ച് എന്ന് തോന്നാവുന്ന ഒരു പടമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. 1 മണിക്കൂർ 39 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. UA 16+ ആണ്. റേയും ഭാര്യയും ഏക മകളും കൂടി ഒരു യാത്രയിൽ പോകുന്നു. അതിനിടയ്ക്ക് മകൾക്ക് പറ്റുന്ന ഒരു അപകടത്തെ തുടർന്ന് കുട്ടിയെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങളും ഒക്കെ പറയുന്ന ഒരു സിനിമ. ചിത്രം 2019 റിലീസായ ഫ്രാക്ചേർഡ്. നമ്മുടെ അവതാറിലെ നായകൻ സാം വർത്തിങ്ടൺ ആണ് ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. പടം തുടക്കം മുതൽ അവസാനം വരെ ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അത്യാവശ്യം ഒരു ചിന്ന കിളിപറത്തൽ ഐറ്റം ആണെന്ന് പറയാം. ക്യാമറയും കളർ ടോണും സൗണ്ട് മിക്സിംഗും ഒക്കെ കിടുവാണ്. 1 മണിക്കൂർ 39 മിനിറ്റ് ആണ് ഈ സിനിമയുടെ റൺ ടൈം. UA 16+ പടമാണ്. ഇംഗ്ലീഷേ ഉള്ളൂ, വേറെ ഇന്ത്യൻ ഭാഷകളിലൊന്നും ഡബ്ബിംഗ് ഒന്നുമില്ല. ഒരു മുൻ ബേസ്ബോൾ പ്ലെയർ ആണ് ഹാങ്ക്. അവന്റെ അടുത്ത റൂമിൽ താമസിക്കുന്ന റിസ് എന്ന കൂട്ടുകാരൻ അയാളുടെ പൂച്ചയെ ഹാങ്കിനെ ഏൽപ്പിച്ചിട്ട് ഒരു യാത്ര പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. പടം ഡോൺ ആരനൌസ്കി സംവിധാനം ചെയ്ത് ഓസ്റ്റിൻ ബട്ട്ലർ പ്രധാന വേഷത്തിൽ വന്ന കോട്ട് സ്റ്റീലിംഗ് 2025 റിലീസായ സിനിമയാണ്. റെക്വിങ് ഫോർ എ ഡ്രീം ഉൾപ്പെടെ കിടിലൻ പടങ്ങളുടെ ഡയറക്ടറാണ് ഇതിന്റെ സംവിധായകൻ. പക്ഷെ പുള്ളിയുടെ ഒരു സ്ഥിരം ശൈലിയിൽ നിന്നും കുറച്ച് വേറിട്ട ഒരു ഫൺ ടൈപ്പ് മൂവിയാണ് ഈ സിനിമ എന്ന് പറയാം. എൻഗേജിംഗ് ആണ്, ഇന്റൻസ് ആണ്, മൊത്തത്തിൽ ഒരു വൈബ് പടം തന്നെയാണെന്ന് പറയാം. കാണാത്തവര് ട്രെയിലർ ഒന്നും കാണാതെ കാണാൻ ശ്രമിക്കുക. 1 മണിക്കൂർ 46 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. ഫാമിലിയോടെ കാണാനുള്ളതേ അല്ല, ഓർക്കുക. ഇംഗ്ലീഷിനൊപ്പം തമിഴ്, ഹിന്ദി ഡബ്ബിംഗും അവൈലബിൾ ആണ്. ഒരു മർഡർ കേസിന്റെ ട്രയലിലെ ജൂറി അംഗമായി ക്ഷണം ലഭിക്കുന്ന ജസ്റ്റിൻ കെമ്പിന്റെ കഥയാണ് അടുത്തത്. കേസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവുകയാണ് ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അതെന്താണ്, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് സിനിമ പറയുന്നത്. ചിത്രം 2024 ക്ലിന്റ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്ത് നിക്കോളാസ് ഹോൾട്ട് നായകനായിട്ട് വന്ന കോർട്ട് റൂം ഡ്രാമ ജൂറർ 2. ഈസ്റ്റ്വുഡ് തന്റെ 95ാമത്തെ വയസ്സിൽ ഡയറക്ട് ചെയ്തൊരു സിനിമയാണിത് കേട്ടോ, അത് ഓർക്കുക. ഒരു 12 ആംഗ്രി മാൻ വൈബ് ഒക്കെ തരുന്ന ഒരു പടമാണ്. പക്ഷെ അതിൽ നിന്നും കഥ ഡിഫറന്റുമാണ്. സംഭവം ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈൽ കോർട്ട് റൂം ഡ്രാമയാണെങ്കിലും ഒട്ടും മുഷിപ്പിക്കാതെ എൻഗേജിംഗ് ആയിട്ട് പടം മുമ്പോട്ട് പോകുന്നുണ്ട്. എങ്ങനെ ഇതുകൊണ്ട് തീരും എന്നുള്ള ഒരു ആകാംക്ഷയാണ് ഈ പടം കാണുമ്പോൾ നമുക്ക് തോന്നുക. വൻ സംഭവമായിട്ടൊന്നും ഈ പടം വിചാരിക്കേണ്ട, പക്ഷെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള പടമാണിത്. 1 മണിക്കൂർ 53 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ നിലവിൽ ലഭ്യമുള്ളൂ, ഡബ്ബിംഗ് ഒന്നുമില്ല. 18+ ഒന്നുമല്ല. ജെഫ് ടൈലറും ഭാര്യ ഏമിയും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറ് കേടാവുകയും തുടർന്ന് നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും ഒക്കെ പറയുന്ന ഒരു സിനിമയാണ് അടുത്തത്. ചിത്രം 1997 റിലീസായ ബ്രേക്ക് ഡൗൺ. ജോനാഥൻ മോസ്ഡോ ആണ് ഇതിന്റെ ഡയറക്ടർ. കർട്ട് റസൽ ആണ് ഇതിൽ പ്രധാന വേഷത്തിൽ വരുന്നത്. ഒരു കിടിലൻ ക്ലാസിക് ത്രില്ലർ സിനിമ തന്നെയാണെന്ന് പറയാം. ഈ സിനിമയുടെ ഒരു റീമേക്ക് കഴിഞ്ഞ വർഷം തമിഴിൽ ഒരു സൂപ്പർ സ്റ്റാർ നായകനായിട്ട് വന്നായിരുന്നു. പക്ഷെ ആ പടം ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വീക്കാണ്. ഇത് 97 സിനിമയാണെന്ന് ഓർക്കണം. എന്നിട്ടും സോ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കിടലിനാണ്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള, ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. 1 മണിക്കൂർ 33 മിനിറ്റ് മാത്രമേ റൺ ടൈം ഉള്ളൂ. വേറെ ഡബ്ബിംഗ് ഒന്നും അവൈലബിൾ അല്ല, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. UA 16+ ആണ്. അടുത്തത് ക്ലാസിക് ഇംഗ്ലീഷ് ത്രില്ലർ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗംഭീര ക്ലാസിക് ഐറ്റമാണ്. മിക്കവരും ഇത് കണ്ടിട്ടും ഉണ്ടാവും. കടുത്ത ഇൻസോംനിയെ ബാധിച്ച് ഉറക്കം നഷ്ടപ്പെട്ട നായകൻ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു നൈറ്റ് ടാക്സി ഡ്രൈവറായിട്ട് എത്തുകയാണ്. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 1976 റിലീസായ ടാക്സി ഡ്രൈവർ. ഇതിന്റെ സംവിധായകൻ മാർട്ടിൻ സ്കോർസേസി ആണ്. അതുപോലെ റോബർട്ട് നീറോയുടെ ഗംഭീര പ്രകടനമുള്ള ഒരു സിനിമയാണ്. ഈ 2 പേരുകൾ തന്നെ പടം കാണാൻ ധാരാളമാണല്ലോ. ക്രൈം ത്രില്ലർ, സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയാമെങ്കിലും ഏകാന്തതയാണ് ഇതിൽ മുഖ്യ പ്രമേയം എന്ന് തന്നെ പറയാം. ഇതും ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. 1 മണിക്കൂർ 53 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദി ഡബ്ബിംഗ് അവൈലബിൾ ആണ്. തമിഴൊന്നുമില്ല. 18+ ആണ് പടം, അത് ഓർക്കുക. ഇനി നമ്പർ 1 മൂവി. ഉറക്കം നഷ്ടപ്പെട്ട ഒരു വൈറ്റ് കോളർ ഓഫീസ് വർക്കറും ഒരു സോപ്പ് കമ്പനി ഉടമയും ചേർന്ന് ഒരു ഫൈറ്റ് ക്ലബ്ബ് രൂപീകരിക്കുന്നു. പിന്നെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ പറയുന്ന സിനിമയാണ്. ചിത്രം ഡേവിഡ് ഫിഞ്ചറിന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ത്രില്ലർ
ഫൈറ്റ് ക്ലബ്. ഈ പടം ഞാൻ എത്ര തവണ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ ഏതൊക്കെ ലിസ്റ്റിൽ ഇത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സോ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങളിലൊന്നാണ്. ബ്രാഡ് പിറ്റ് ആൻഡ് എഡ്വേർഡ് നോർട്ടന്റെ ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു സിനിമ കൂടിയാണ്. നമ്മൾ ആഗ്രഹിച്ച ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു പടം കൂടിയാണ്. പിന്നെ ഗംഭീരമായിട്ടുള്ള ഒരു കിളി പറത്തുന്ന ട്വിസ്റ്റും പടത്തിലുണ്ട്. ദൈർഘ്യം 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. ഇംഗ്ലീഷ് അല്ലാതെ ഇന്ത്യൻ ഭാഷകളിലൊന്നും ഡബിംഗ് ഒന്നും അവൈലബിൾ അല്ല. 18+ ആണ്, അത് ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ലിസ്റ്റിൽ എത്ര പടങ്ങൾ നിങ്ങൾ കണ്ടു, എത്ര എണ്ണം മിസ്സായി? കണ്ട പടങ്ങളാണെങ്കിൽ തന്നെ ചിലതൊക്കെ വീണ്ടും വീണ്ടും കാണാനുള്ളതുണ്ട്.